ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് ചിക്കൻ കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇത് നമ്മൾ തരിച്ചിക്കൻ എന്ന് പറയും. വളരെ ടേസ്റ്റി ആയിട്ടുള്ള പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ അത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. പിന്നെ 2 സ്പൂൺ മുളക് പൊടി, 1.5 സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു 1/2 സ്പൂൺ ഗരം മസാല പൊടിച്ചതാണ് ചേർത്ത് കൊടുത്തു. പിന്നെ ഇതിലേക്ക് ഇനി ഇടേണ്ടത് കറിവേപ്പിലയാണ്. അപ്പോൾ ഇത്രയും ചേർത്ത് ഒന്ന് നന്നായിട്ട് വഴറ്റിയെന്ന് പറഞ്ഞാൽ വറുത്തെടുക്കണം. വറുത്തെടുക്കുമ്പോൾ നന്നായിട്ട് ഡാർക്കായിട്ട് തന്നെ വറുത്തെടുക്കണം. ഇതുപോലെ ഡാർക്കായിട്ട് തന്നെ ഇരിക്കണം. എന്നിട്ട് ഇതിനെ തണുക്കാൻ വയ്ക്കണം. ഇനി നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന ചിക്കനിലോട്ട് ഈ ഒരു മസാലപ്പൊടി മുഴുവനായിട്ട് തന്നെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് കൂടെ തന്നെ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം. ഉപ്പ് കുറച്ച് ചേർത്താൽ മതി, പിന്നീട് നമുക്ക് ആവശ്യമുണ്ട് ചേർക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഈ കഷ്ണങ്ങളിലൊക്കെ ഈ മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്ത് നമ്മൾ ഒരു 1/2 മണിക്കൂർ വരെ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഞാനിവിടെ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് മൺചട്ടിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു മൺചട്ടി ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം. എന്നിട്ട് ഒരു 1/2 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കണം. അതിനോടൊപ്പം തന്നെ ജീരകം കൂടെ ചേർത്ത് കൊടുക്കണം. ഒരു 1/4 സ്പൂൺ മതിയാകും. ജീരകം, ചെറിയ ജീരകമാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഒരു 1/4 കപ്പ് തേങ്ങ ചിരകിയതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് തേങ്ങ ചിരകിയത് ഒന്ന് വഴറ്റിയെടുത്തിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഈ ഒരു ചിക്കൻ റെസിപ്പിക്കകത്ത് തേങ്ങ ചേർക്കുന്നത് ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു ടേസ്റ്റ് തന്നെയായിരിക്കും. ഇനി നമുക്ക് ചേർക്കാനുള്ളത് ഒരു 1.5 സ്പൂൺ വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ ഒരു പച്ചമണം മാറിയതിന് ശേഷം നമുക്ക് അത്യാവശ്യം വലിപ്പമുള്ള വലിയ 3 സവാള നീളത്തിലരിഞ്ഞത് ഇതിൽ ചേർത്ത് നമുക്ക് വഴറ്റണം. ഇനി ഈ ഒരു സവാള വഴറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഗോൾഡൻ നിറമാകുന്നത് വരെ നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഈ ഒരു സമയത്ത് തന്നെ നമ്മൾ നേരത്തെ മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങൾ നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ തന്നെ 2 തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ വേണ്ടത് ക്യാപ്സിക്കമാണ്. അത് ഞാനിവിടെ പകുതി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 4 പച്ചമുളകാണ്, അതും കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു 1/4 സ്പൂൺ ഗരം മസാല പൊടിച്ചതാണ്. പിന്നെ ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും, പിന്നെ നേരത്തെ നമ്മൾ ചിക്കനിൽ ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് വേണം പിന്നെ രണ്ടാമത് ഉപ്പ് ചേർക്കാൻ വേണ്ടി. അപ്പോൾ അതിന് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണം. അതിനുശേഷം പിന്നെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത്. ഇത് നമ്മൾ മൂടി വെച്ച് വേവിച്ചെടുക്കണം. ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഊറി കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ചിക്കൻ വെന്ത് വരുമ്പോൾ തന്നെ അതിൻ്റെ വെള്ളം നന്നായിട്ട് ഊറി വരും. അപ്പോൾ ആ ഗ്രേവി മൊത്തത്തിൽ നമുക്ക് വറ്റിച്ചെടുക്കണം. ഇപ്പോൾ ഒരു പകുതി വേഗമായിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും ഒന്നുകൂടെ മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇതേപോലെ മൂടി തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിച്ചു പോകും.
അപ്പോൾ നമുക്ക് ചിക്കൻ ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മല്ലിയിലയാണ്. മല്ലിയില കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള തരി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ സെർവ് ചെയ്യാം. അപ്പോൾ ഈ ഒരു തരി ചിക്കൻ എന്ന് പറയുന്നത് ഒരു വെറൈറ്റി ടേസ്റ്റാണ്. അപ്പോൾ ഇതെന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. ചോറിൻ്റെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും നന്ദി.